തൃശൂരിൽ 50ഓളം കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിലേക്ക്. തൃശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിലേക്ക്. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി അടക്കമുള്ള പ്രവർത്തകരാണ് ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുന്നത്. പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി.ജെ.പിയിലേക്ക് സ്വീകരിക്കും എന്നാണ് അറിയിപ്പ്. ഇതേസമയം നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ വിമർശിച്ച എം.വി. ഗോവിന്ദന് മറുപടിയുമായി കെ. സുരേന്ദ്രൻ രംഗത്തെത്തി. മോദിയുടെ വരവിൽ വേവലാതിയുള്ളവർ സീതാറാം യെച്ചൂരിയെയും കൊണ്ടുവരാം, ജനം ആര് പറയുന്നത് കേൾക്കുമെന്ന് നോക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. തിരുവനന്തപുരത്ത് പോലീസുകാരന് ക്രൂരമർദ്ദനം. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ സിജു തോമസിനാണ് മർദ്ദനമേറ്റത്. ചാല മാർക്കറ്റിനുള്ളിൽ ഒരു സംഘം പോലീസുകാരനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നത്. ലഹരി മാഫിയ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. പരിക്കേറ്റ സിജു ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളെ പിടികൂടാനായിട്ടില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. യുവതിയുടെ മൃതദേഹം അലമാരയിൽ, പങ്കാളി അറസ്റ്റിൽ. ലിവ് ഇൻ റിലേഷനിലായിരുന്ന യുവതിയുടെ മൃതദേഹം താമസ സ്ഥലത്തെ അലമാരയിൽ കണ്ടെത്തി. പങ്കാളി അറസ്റ്റിൽ. ഡൽഹിയിലെ ദ്വാരകയിലാണ് സംഭവം. ലിവ് ഇൻ പങ്കാളിയായ വിപിൻ ടൈലറെയാണ് പോലീസ് രാജസ്ഥാനിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഏതാനും ദിവസങ്ങളായി പെൺകുട്ടിയെ ബന്ധപ്പെടാനാകാതെ വന്നതിനെ തുടർന്ന് ബുധനാഴ്ച പെൺകുട്ടിയുടെ പിതാവ് പോലീസിനെ സമീപിക്കുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 10:40-ന് തന്റെ മകൾ കൊല്ലപ്പെടുമെന്ന് കോൾ വന്നെന്നും പിതാവ് പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം യുവതിയെ അന്വേഷിച്ച് ദ്വാരകയിലെ വീട്ടിലെത്തി. ഇവിടെ നടത്തിയ തെരച്ചിലാണ് ഒരു മുറിയിലെ അലമാരയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ ലിവ് ഇൻ പങ്കാളിക്കായി അന്വേഷണം വ്യാപിപ്പിക്കുകയും രാജസ്ഥാനിൽ നിന്ന് ഇയാളെ പിടികൂടുകയുമായിരുന്നു. കാറും ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് തിരുപ്പൂരിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. ഇവർ സഞ്ചരിച്ച കാർ ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ ഒരാൾ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുപ്പൂരിലെ ഓലപ്പാളയത്ത് നിന്ന് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് സ്വദേശികളായ 60 വയസ്സുകാരൻ ചന്ദ്രശേഖർ, 57-കാരി ചിത്ര, 26-കാരൻ ഇളസശൻ, 30-കാരി അരിവിത്ര, 3 മാസം പ്രായമുള്ള സാക്ഷി എന്നിവരാണ് മരിച്ചത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ബസ്സിനടിയിൽ കുടുങ്ങിയ കാർ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ എടുക്കുക കെ. മുരളീധരനായിരിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. തൃശൂർ എടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ആഗ്രഹം മാത്രമാണെന്നും ഓരോ ആളുകൾക്കും ആഗ്രഹം കാണും, അത് നടപ്പാക്കണമെന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ പരിഹസിച്ചു. തൃശൂരിൽ മത്സരം ആരൊക്കെ തമ്മിലായാലും കെ. മുരളീധരൻ ജയിക്കാൻ പോവുകയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതിനിടെ അനിൽ കെ. ആന്റണിക്കും പത്മജ വേണുഗോപാലിനും പിന്നാലെ ചാണ്ടി ഉമ്മനും ബി.ജെ.പിയിൽ പോകുമെന്ന പ്രചാരണത്തോട് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പ്രചരിപ്പിക്കുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തട്ടെ എന്നും ജീവനുള്ളിടത്തോളം കാലം കോൺഗ്രസുകാരനായി തുടരുമെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന പ്രചാരണം ചിലരുടെ ആഗ്രഹങ്ങളുടെ ഭാഗമാണെന്നും പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നടപ്പാകില്ലെന്നും പിതാവ് കാണിച്ചു തന്ന പാതയിലൂടെ ആയിരിക്കും താൻ സഞ്ചരിക്കുക എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു.